ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെം ബികോമിലെ ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 1-2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ അത് നിർത്തിവെച്ചു. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ് കേട്ടോ. കാരണം ഇനി നമുക്കിപ്പോൾ ഓൾറെഡി 28 എന്തോ ആയല്ലോ, അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാനുള്ള സമയമില്ല. അത് മാത്രമല്ല ഇതെല്ലാം ഓൾറെഡി ഞാൻ എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതിയായിരിക്കും. വലിയ ഡിഫറൻസ് ഉണ്ടായിരിക്കും, ഇല്ലയെന്നല്ല, എന്നാലും നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിച്ചാൽ അങ്ങനത്തെ ഒക്കെ തന്നെ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ഇത് കംപ്ലീറ്റ് തിയറിയാണ്. അതായത് പ്രോബ്ലം ഒട്ടും മനസ്സിലാവാത്തവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതുവരെ ഒന്നും അറിയാത്തവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ടാക്സ് നോക്കാം. ഐ തിങ്ക് ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു. ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ഡയറക്റ്റ് ടാക്സ്. ഇതൊക്കെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചാൻസ് ഉള്ള കുറച്ച് ഡെഫിനിഷൻസ് ആണ്. ഓക്കെ, അതായത് ടെക്സ്റ്റിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാവേ. ഓക്കെ, അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സിൻ്റെ മുകളിലാണ് ഹിസ്റ്ററി ഓഫ് ഇൻകം ടാക്സ്. ഐ തിങ്ക് ഇത് നിങ്ങൾക്കൊരു ചാപ്റ്ററായിട്ട് പഠിക്കാനുള്ളതാണെന്ന് തോന്നുന്നു, ഈ ഹിസ്റ്ററി ഓഫ് ഇൻകം ടാക്സ്. ഓക്കെ, അത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കും, BSc ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് ഇൻകം ടാക്സ്? ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഡയറക്റ്റ് ടാക്സ്. നമുക്ക് 2 തരത്തിലുള്ള ടാക്സ് ആണുള്ളത്. ഡയറക്റ്റ് ടാക്സും ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളാണ് ഇത് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിന് ഏതായിരിക്കും എക്സാമ്പിൾ? GST, അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓക്കെ, സോ ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഡയറക്റ്റ് ടാക്സ്. ഇറ്റ് ഈസ് കളക്റ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. ഇത് കളക്ട് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും ഇത് കളക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ മേജർ സോഴ്സ് ഓഫ് റവന്യൂ ടു ദി സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു മേജർ സോഴ്സാണ്, അതായത് റവന്യൂ കണ്ടെത്തുന്നതിനുള്ളൊരു മേജർ സോഴ്സാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇത് പറയുന്നത് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ഇൻകം ടാക്സ് എന്ന് വെച്ചാൽ ഈ ഒരു 2 പോയിന്റ് എഴുതിയാൽ മതിയായിരിക്കും. ഇനി അഡീഷണൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇറ്റ് സ്പെസിഫൈ ദ വാരിയസ് പ്രൊവിഷൻ ഫോർ ഡിറ്റർമൈനിങ് ടാക്സബിൾ ഇൻകം, ടാക്സ് ലയബിലിറ്റി, പ്രൊസീജിയർ ഫോർ അസസ്മെൻറ്റ്, അപ്പീൽസ്, പെനാൽറ്റീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതും കൂടെ നിങ്ങൾക്ക് എഴുതാം. മസ്റ്റായിട്ട് ഇറ്റ് ഈസ് എ ഡയറക്റ്റ് ടാക്സ്. ഇറ്റ് ഈസ് കളക്റ്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. ഇറ്റ് ഈസ് എ മേജർ സോഴ്സ് ഓഫ് റവന്യൂ ടു ദി സെൻട്രൽ ഗവൺമെൻറ്. ഓക്കെ, അത് എന്തായാലും എഴുതണം. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് വൈ ടാക്സ്. എന്തിനാണ്, എന്തുകൊണ്ടാണ് ടാക്സ്? അതായത് ടാക്സിൻ്റെ സഹായം അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളതാണ് വൈ ടാക്സോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിൻ്റാണ്. ഇത് മേ ബി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം കേട്ടോ. അതുപോലെ തന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. സോ നിങ്ങളൊരു 2 പോയിൻറ്റോ അല്ലെങ്കിൽ ഒരു 5 പോയിൻറ്റോ പഠിച്ച് വെക്കുക. ഓക്കെ, അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റവന്യൂ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്, ഓഫ് ദി ഗവൺമെൻറ് നീഡ്സ് മണി. അതായത് ഗവൺമെൻറ്റിൻ്റെ ഒരു റവന്യൂ കണ്ടെത്തുന്നതിനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സാണ് ഇത് പറയുന്നത്, ടാക്സ് എന്ന് പറയുന്നത്. അതായത് ടാക്സ് ത്രൂ ആണ് ഗവൺമെൻറ് അവർക്ക് വേണ്ട ഇൻകം കണ്ടെത്തുന്നത്. അതായത് നമ്മളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പണിക്ക് പോയിട്ട് എന്ത് ചെയ്യും? നമുക്ക് വേണ്ട പണം കണ്ടെത്തും. അതല്ല, ഗവൺമെൻറ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ടാക്സ് ത്രൂ ആണ് അവർക്ക് വേണ്ട പണം കണ്ടെത്തുന്നത്. ഗവൺമെൻറ് നീഡ്സ് മണി. ഓക്കെ, ടു മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ ഇൻ ദ കൺട്രി, ടു പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് ദി പീപ്പിൾ. അതായത് പീപ്പിളിൻ്റെ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ടാക്സ്. പിന്നെ ടു മേക്ക് ദ military and civil expenditure, to meet the common needs of the citizens like maintenance of roads, administration of justice. ഓക്കെ, ഇതാണ് ടാക്സ്. ബൈ ടാക്സ് എന്ന് വെച്ചാൽ അപ്പോൾ ഈ ഒരു 5 പോയിന്റ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ടാക്സ്. ഓക്കെ, a tax is a mandatory fee or financial charge levied on an individual or an organization to collect revenue for public works, providing the best facilities and infrastructure. The collected fund is then used to fund different public expenditure programs. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ടാക്സ് എന്ന് പറയുമ്പോൾ ഒരു മാൻഡേറ്ററി ഫീ, അതായത് നിർബന്ധമായിട്ടും നമ്മൾ അടയ്ക്കേണ്ട ഒരു ഫിനാൻഷ്യൽ ചാർജ് അല്ലെങ്കിൽ ഒരു മാൻഡേറ്ററി ഫീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാക്സ് എന്ന് പറയുന്നത്. ഇതാരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഗവൺമെൻറ് ഈടാക്കുന്നത്? മേ ബി അതൊരു ഇൻഡിവിജ്വലിൻ്റെ കയ്യിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ കയ്യിൽ നിന്നായിരിക്കാം. എന്തിനു വേണ്ടിയിട്ട്? പബ്ലിക് വർക്കിന് വേണ്ടിയിട്ടാണ് ആ ഫണ്ട് യൂസ് ചെയ്യുന്നത്. പ്രൊവൈഡിങ് ദ ബെസ്റ്റ് ഫെസിലിറ്റീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ബെസ്റ്റ് ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറും പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ്റെ കയ്യിൽ നിന്ന് ഫിനാൻഷ്യൽ ചാർജ് അല്ലെങ്കിൽ ഒരു മാൻഡേറ്ററി ഫീ ഗവൺമെൻറ് ഈടാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാക്സ് എന്ന് പറയുന്നത്. ദ കളക്റ്റഡ് ഫണ്ട് ഈസ് ദെൻ യൂസ്ഡ് ടു ഫണ്ട് ഡിഫറെൻറ്റ് പബ്ലിക് എക്സ്പെൻഡിച്ചർ പ്രോഗ്രാംസ്. ഓക്കെ, ടൈപ്സ് ഓഫ് ടാക്സസ് ഇൻ ഇന്ത്യ. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള 2 ടൈപ്പ് ടാക്സ് ആണല്ലോ ഉള്ളത്. അപ്പോൾ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇതാണ് ടാക്സ്. അപ്പോൾ 2 തരത്തിലുള്ള ടാക്സ് ആണുള്ളത്. ഡയറക്റ്റ് ടാക്സും ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. ഓക്കെ, ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളാണ്, എനിക്ക് ഇൻകം ഉണ്ട്. ഓക്കെ, ഞാനൊരു അഡ്വക്കേറ്റാണ്, അല്ലെങ്കിൽ ഞാനൊരു ഡോക്ടറാണ്, അല്ലെങ്കിൽ ഞാനൊരു പ്രൊഫസറാണ്, എന്തോ എനിക്ക് ഇൻകം ഉണ്ട്. അപ്പോൾ ഞാൻ എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. ആ ടാക്സ് ഞാൻ നേരിട്ടങ്ങ് പോയി ടാക്സ് അടയ്ക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് ഞാൻ അറിയുന്നുണ്ട് എനിക്ക് ഇത്ര രൂപ ഇൻകം ഉണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്ര രൂപ ടാക്സ് അടയ്ക്കണം, അതെനിക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഞാൻ തന്നെ പോയിട്ട് എന്ത് ചെയ്യും? ടാക്സ് അടയ്ക്കുക. അതാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. എ ഡയറക്റ്റ് ടാക്സ് ഈസ് എ ടാക്സ് ദാറ്റ് എ പേഴ്സൺ ഓർ ആൻ ഓർഗനൈസേഷൻ പേസ് ഡയറക്ട്ലി ടു ദി എൻറ്റിറ്റി ദാറ്റ് ഇമ്പോസ്ഡ് ഇറ്റ്. ദ ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഡയറക്ട്ലി ടു ദി ഗവൺമെൻറ് ആൻഡ് കനോട്ട് ബി പെയ്ഡ് എനിവൺ എൽസ്. അതാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്തുകൊണ്ടായിരിക്കും? ടാക്സും ഉണ്ടായിരിക്കും. ഒരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിനേക്കാൾ കൂടുതലാണ് ഇൻകം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്കറിയാം ഇത്ര ഇൻകം ഉണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്ര ടാക്സ് അടയ്ക്കണമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ തന്നെ പോയിട്ട് എന്ത് ചെയ്യാണ്? ടാക്സ് അടയ്ക്കുകയാണ്. മേ ബി അത് ഓൺലൈനായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടായിരിക്കാം. എങ്ങനെയോ നിങ്ങൾ തന്നെ അത് പോയിട്ട് എന്ത് ചെയ്യുന്നത്? നിങ്ങൾ അറിയുന്നുണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്ന കാര്യം നിങ്ങൾ അറിയുന്നുണ്ട്. അതാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഈ ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളാണ് ഇതെന്ന് പറയുന്നത് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതല്ല ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് ഈസ് എ ടാക്സ് ദാറ്റ് ഈസ് ലിവിഡ് അപ്പോൺ ഗുഡ്സ് ആൻഡ് സർവീസ് ബിഫോർ ദേ റീച്ച് ദ കസ്റ്റമർ ഹു അൾട്ടിമേറ്റ്ലി പേസ്. അതായത് നിങ്ങളിപ്പോൾ പേന വാങ്ങിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ബണ്ടിൽ ബുക്ക് വാങ്ങിക്കുകയാണ്, നിങ്ങൾ എന്തൊക്കെയോ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഡ്രസ്സ് മേടിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കാറ് മേടിക്കുകയാണ്, നിങ്ങൾ എന്തൊക്കെയോ മേടിക്കുക, ഒരു ഷൂ വാങ്ങിക്കുക, എന്തോ ഒരു സാധനം നിങ്ങൾ മേടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ടാക്സിൻ്റെ എമൗണ്ടും കൂടി ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? പേ ചെയ്യുന്നുണ്ടായിരിക്കുക. മനസ്സിലായോ? അതായത് 1500 രൂപയാണ് ഒരു ഷൂയുടെ വില എന്നുണ്ടെങ്കിൽ ഈ 1500 രൂപയിൽ ടാക്സിൻ്റെ പ്രൈസും ഉണ്ടായിരിക്കും, ഷൂവിൻ്റെ ഒറിജിനൽ പ്രൈസും ഉണ്ടായിരിക്കും. ഇത് രണ്ടും കൂടെ കൂടിയിട്ടുള്ളതാണ് ഈ 1500 എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് നമ്മൾ അറിയുന്നില്ലല്ലോ, നമ്മൾ മൊത്തമായിട്ട് അങ്ങ് പേ ചെയ്യല്ലേ. ഓക്കെ, അതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് പേ ചെയ്യുമ്പോൾ നമ്മളത് ആ കടയിലുള്ള ആൾക്കാർക്ക് നമ്മൾ ആ പൈസ കൊടുക്കുന്നുണ്ടായിരിക്കും. അയാളാണ് ഇനി അത് എന്ത് ചെയ്യേണ്ടത്? ഗവൺമെൻറ്റിന് ആ ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ, അതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞത്. ഇൻഡയറക്റ്റ് ടാക്സ് ഈസ് എ ടാക്സ് ദാറ്റ് ഈസ് ലിവിഡ് അപ്പോൺ ഗുഡ്സ് ആൻഡ് സർവീസ് ബിഫോർ ദേ റീച്ച് ദ കസ്റ്റമർ ഹു അൾട്ടിമേറ്റ്ലി പേസ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ, നിങ്ങൾക്ക് വരുമെന്ന് എനിക്കറിയില്ല. എനിവേ, CBDT ഈസ് ദ സുപ്രീം അതോറിറ്റി ഓഫ് ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ. ഇൻകം ടാക്സ് ഇൻ ഇന്ത്യൻ്റെ സുപ്രീം അതോറിറ്റിയാണ് ഇതെന്ന് പറയുന്നത് CBDT. CBDT എന്ന് പറയുമ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ഈസ് ദ സുപ്രീം അതോറിറ്റി ഓഫ് ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദി അപ്പെക്സ് ബോഡി ഓഫ് ദി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്പെക്സ് ബോഡി ആയിട്ടാണ് ഈ ഒരു CBDTനെ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദി അപ്പെക്സ് ബോഡി ഓഫ് ദി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇറ്റ് ഈസ് എംപവേർഡ് ടു ഫ്രെയിം റൂൾ അണ്ടർ ദി control of the central government. It performs various statutory and administrative functions. അതായത് റൂൾസ് ഫ്രെയിം ചെയ്യുന്നതും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസും സ്റ്റാറ്റ്യൂട്ടറി ഫങ്ഷൻസും ഒക്കെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? പെർഫോം ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ എന്താ? CBDT ഈസ് ദ സുപ്രീം അതോറിറ്റി ഓഫ് ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദി apex body of the income tax department. It is empowered to frame rules under the control of the central. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ റൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഫ്രെയിം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് പെർഫോംസ് വാരിയസ് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ്. നിങ്ങളെന്തായാലും ആ ഒരു 2 പോയിൻറ്റ്സ് എങ്കിലും ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് എന്താണെന്നുള്ളത് പഠിച്ചു വെക്കണം, നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും. ഓക്കെ,